Welcome to English class. Today it is the last part of the Jungle App Crash, Part 6. അല്പം കൂടുതൽ ഭാഗമുള്ളതുകൊണ്ട് നമുക്കതിലേക്ക് നേരിട്ട് കടക്കാം. Walking had become progressively harder. നടത്തം ഏറെ കഠിനതരമായി മാറിയിരുന്നു. Walking had become progressively harder. The lack of food, ഭക്ഷണത്തിൻ്റെ കുറവ്, ആൻഡ് ദ ഹ്യൂമിഡ്, അന്തരീക്ഷത്തിലെ ഈർപ്പം, അതാണ് ഹ്യൂമിഡിറ്റി. ഏത് അന്തരീക്ഷം? 45 ഡിഗ്രി ഹീറ്റ്, 45 ഡിഗ്രി ചൂട്, അതിൽ വനത്തിൻ്റെ ഈർപ്പം. That had made me weaker. അത് എന്നെ ഏറെ ക്ഷീണിതയാക്കി. The river was now so swift. ഇവിടെ ഇതാ നദി വളരെ വേഗത്തിൽ, so swift, SWIFT, swift means fast. നദി വളരെ വേഗത്തിൽ ഒഴുകാണ്. That I could no longer swim in it. ഇനി എനിക്ക് നദിയിലൂടെ നീന്താൻ കഴിയില്ല. Late one afternoon, I was looking for a spot. വൈകുന്നേരമായി, വളരെ വൈകി. I was looking for a spot to lie down for the night. ഈ രാത്രി എവിടെയെങ്കിലും കിടന്നുറങ്ങണം. It was the 10th day. ദിവസം 10 ദിവസമായി. As I later reconstructed it, അപ്പോഴും കണക്കൂട്ടിയതല്ല കേട്ടോ, പിന്നീട് രക്ഷപ്പെട്ടതിന് ശേഷം ഞാൻ കണക്ക് കൂട്ടിയെടുത്തതാണ്. സഡൻലി, പെട്ടെന്ന്, I saw a boat moved on the river bank. അവിടെ ഒരു ബോട്ട് കരയ്ക്ക് കെട്ടിയിട്ടത്, കരയ്ക്കടിഞ്ഞു കിടക്കുന്നത് ഞാൻ കണ്ടു. I saw a boat moved on the river bank. River bank, seashore, river shore, നദീതീരം. And there was a path leading to a small hut. അവിടെ ഒരു ചെറിയ വഴി, a small path leading to a small hut. ഒരു ചെറിയ കുടിലിലേക്കാണ് ആ വഴി നീങ്ങുന്നത്. I entered and saw on the floor a small boat motor carefully wrapped in plastic. ആ വഴിയെ നടന്നു ഞാൻ ആ കുടിലിലെത്തി. അവിടെ കണ്ടു ഒരു ചെറിയ മോട്ടോർ വളരെ ശ്രദ്ധാപൂർവം പ്ലാസ്റ്റിക് കൊണ്ട് മൂടിക്കെട്ടിയിരിക്കുന്നു. എൻ്റെ ക്യാൻ ഓഫ് പെട്രോൾ, ഒരു ക്യാനിൽ പെട്രോളുമുണ്ട്. ക്ലിയർലി someone would be coming back, but when? ഇത് മനുഷ്യവാസമുള്ള ഇടമാണ്, ബോട്ടുണ്ട്, ഇവിടെ ചെറിയൊരു വിശ്രമ കേന്ദ്രമുണ്ട്, അവിടെ മോട്ടോറുണ്ട്, അവിടെ പെട്രോൾ വെച്ചിട്ടുണ്ട്. ഷുവർ, ഹിയർ ഇറ്റ് ഈസ് ദ പ്ലേസ് ഓഫ് ഹ്യൂമൻ സറൗണ്ടിങ്സ്. മനുഷ്യൻ്റെ സഹവാസമുള്ള ഇടമാണ്. അവർ വരും, പക്ഷെ എപ്പോൾ? I lay down on the floor and slept badly. ഞാൻ തറയിൽ കിടന്ന് ഗാഢമായി ഉറങ്ങിപ്പോയി. Because I kept listening for human voices. പക്ഷേ അവിടെ അർത്ഥം ഒന്ന് മാറ്റി പഠിക്കണം. The floor and slept badly. സുഖകരമായിട്ട് ഞാൻ ഉറങ്ങിയില്ല, badly എന്ന് പറഞ്ഞത്. എന്തുകൊണ്ടെന്നാൽ because I kept listening for human voices. എനിക്ക് മനുഷ്യരുടെ ശബ്ദം ശ്രദ്ധിക്കേണ്ടതുണ്ടായിരുന്നു. ഹാഫ് സ്ലീപ്പ്, ഒരു പാതി മയക്കം അല്ലെങ്കിൽ പാതി ഉറക്കം, അതായിരുന്നു ജൂലിയൻ്റെ അവസ്ഥ. ബട്ട് ഐ ഹേർഡ് ഓൺലി ദ സ്ക്രീമിങ് ഓഫ് മങ്കീസ്. പക്ഷെ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത് കുരങ്ങന്മാരുടെ ആ കലവല ശബ്ദവും ആൻഡ് ദ സ്ക്രീച്ചിങ് ഓഫ് പാരക്കേറ്റ്സ്,
ചെറു തത്തകളുടെ കളകൂജനവും മാത്രമാണ്. After times or at other times, something seemed to be moving outside, dangerously near. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തോ ഒന്ന് അല്ലെങ്കിൽ ഞാൻ കിടന്നിരുന്ന കുടിലിനടുത്തേക്ക് നീങ്ങി വരുന്നത് കണ്ടു. The next morning I wanted to push on. ഇനി ഇവിടുന്ന് രക്ഷപ്പെടണം. അടുത്ത പ്രഭാതത്തിൽ ഞാൻ ഉണർന്നു. It might be days, even weeks before the people came for their boat. ഞാനിവിടെ കാത്തിരുന്നിട്ട് കാര്യമില്ല. എന്തുകൊണ്ടെന്നാൽ ഒരു പക്ഷേ ആഴ്ചയോ ഒരു പക്ഷേ മാസങ്ങളോ ആയിക്കാണും ഏതെങ്കിലും മനുഷ്യർ ഈ കുടിലിൽ വന്ന് ഈ പെട്രോൾ ഉപയോഗിച്ച് ഈ മോട്ടോർ ചലിപ്പിച്ച് ഈ ബോട്ടിലൂടെ സഞ്ചരിച്ചിട്ട്. But I didn't want to take a boat which belonged to someone. എന്നാൽ അവിടെ കെട്ടിയിരുന്ന ബോട്ടെടുത്ത് അതിൽ രക്ഷപ്പെടാൻ ഞാൻ ശ്രമിച്ചില്ല. എന്തുകൊണ്ടെന്നാൽ അത് മറ്റാരുടെയോ ബോട്ടാണ്. However, എന്നിരുന്നാലും the rain was pouring down. അപ്പോൾ മഴ പെയ്യുന്നുണ്ടായിരുന്നു. So I stayed in the hut. അതുകൊണ്ട് പുറത്തിറങ്ങാതെ ഞാൻ ആ കുടിലിൽ തന്നെ നിന്നു. Then I heard voices. അപ്പോൾ ഞാൻ പുറത്ത് മനുഷ്യരുടെ ശബ്ദം കേട്ടു. മനുഷ്യരുടെ ശബ്ദത്തിനാണ് വോയിസ്. മറ്റു ജീവജാലങ്ങളുടെ ശബ്ദത്തിന് സൗണ്ട് അല്ലെങ്കിൽ നോയിസ് എന്ന് ഉപയോഗിക്കാം. And 3 men plunged in from the downpour. 3 മനുഷ്യർ മഴയിൽ നനഞ്ഞു കുളിച്ച് കയറി വന്നു. Well, one of them exclaimed in Spanish, "What have we here?" നന്നായി, ഇതാരാണിവിടെ? എന്താണ് ഈ കാഴ്ച കാണുന്നത്? The men were mestizo. Mestizo, a class of people having the complexion of wheatish color. അത് പാർഷ്യലി വൈറ്റ്, പാർഷ്യലി ബ്ലാക്ക് എന്നൊക്കെ പറയാൻ പറ്റുന്ന റെഡ് ഇന്ത്യൻസ് എന്ന വിഭാഗത്തിൽപ്പെട്ടവർ ഉണ്ടോ. ഹാഫ് വൈറ്റ്, ഹാഫ് ഇന്ത്യൻ ഹണ്ടേഴ്സ്. They told me they kept several huts in the jungle. ഇങ്ങനെ നിരവധി കുടിലുകൾ അവർ ഈ കാട്ടിൽ അവിടെ ഇവിടെയായി കെട്ടിയിട്ടുണ്ടെന്ന്. For their expeditions. Expedition, EXPEDITION. That means adventures. അവരുടെ സാഹസിക ഉദ്യമങ്ങൾക്കായിട്ട് റൈഡിങ് ഇൻ ദി ഫാസ്റ്റ് ഓർ സ്വിഫ്റ്റ് മൂവിങ് റിവർ, അതിലൂടെയൊക്കെ സഞ്ചരിക്കാനൊക്കെ ആയിട്ട് അവിടെ ഇവിടെയായിട്ട് പല പല സ്ഥലങ്ങളിൽ കുടില് കെട്ടിയിട്ടുണ്ട്. For their expeditions, adventurous journey. They knew about the crash and one of them had actually been in a search plane. അവരും കേട്ടിട്ടുണ്ട് വിമാന അപകടത്തിനെ പറ്റി. അവരിൽ ഒരാൾ ആ ഉദ്യമത്തിൽ, ആ എക്സ്പെഡീഷനിൽ, ആ അഡ്വഞ്ചറസ് സെർച്ചിൽ, അതായത് വിമാനത്തിൻ്റെ അവശിഷ്ടം എവിടെയാണ്, ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്ന തിരച്ചിലിൽ ഇതിൽ ഒരാളും പങ്കെടുത്തിട്ടുണ്ട്. വിച്ച് ഫ്ലൂ ഓവർ ദി ജംഗിൾ. അത് ഈ കാടിന് മുകളിലൂടെ പറന്നു പോയിട്ടുണ്ട് പോലും. ഒരുപക്ഷെ അതായിരിക്കാം ആ കുട്ടി കാട്ടിൽ വെച്ച് കേട്ട വിമാനത്തിൻ്റെ ശബ്ദം. ആഫ്റ്റർ ദി ആക്സിഡൻറ്റ് ആൻഡ് വി കുഡ് സീ നത്തിങ്. നോക്കൂ, ഞങ്ങൾക്ക് ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, ഹി സെഡ്, നോ പീപ്പിൾ, നോ റെക്കേജ്. ഒരു മനുഷ്യനെയും ഞങ്ങൾക്ക് കണ്ടുകിട്ടിയില്ല. ഒരു തകർന്ന അംശവും, റെക്കേജ്, WRECKAGE, the part of aircraft after crash. തകർന്ന വിമാനത്തിൻ്റെ അംശങ്ങൾ, റെക്കേജ്. കപ്പലിനും പറയാം റെക്കേജ്.
അപ്പം വിമാനം തകരുന്നതിന് ക്രാഷ് എന്നും കപ്പൽ തകരുന്നതിന് റെക്ക് എന്നാണ് പറയുക, ഷിപ്പ് റെക്ക്. ആ റെക്ക് ആയതിൻ്റെ അതിവിടെ ഉപയോഗിച്ച ആ ടേം ഉപയോഗിച്ചത്, ആ റെക്ക് തകർന്ന ഭാഗങ്ങൾ. പക്ഷേ ഞങ്ങൾക്കൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. നോ പീപ്പിൾ, നോ റെക്കേജ്. മനുഷ്യനെയും കണ്ടെത്തിയില്ല, തകർന്ന അവശിഷ്ടങ്ങളും കണ്ടെത്തിയില്ല. ഓർ ഇൻ മലയാളം യു ക്യാൻ സേ ദ അവശിഷ്ടം ഓഫ് എ പ്ലെയിൻ, വിമാനത്തിൻ്റെ തകർന്ന അവശിഷ്ട ഭാഗങ്ങൾ. ആൻഡ് ദേ വാഷ്ഡ് മീ വിത്ത് സോൾട്ട് വാട്ടർ. അവർ എന്നെ ഉപ്പുവെള്ളത്തിൽ കുളിപ്പിച്ചു. ആൻഡ് പുട്ട് സാൽവ് ഓൺ മൈ വൂൺസ്. ഒരുതരം മെഡിസിൻ അതെൻ്റെ മുറികളിലൊക്കെ പുരട്ടി. ദേ മേഡ് ഫ്രൂട്ട് മാഷ് ഫോർ മീ. പഴ കഷ്ണങ്ങൾ അവർ എനിക്ക് തന്നു. ബട്ട് ഐ വാസ് അണേബിൾ ടു ഈറ്റ്. പക്ഷേ ഭക്ഷണം കഴിക്കത്തക്ക രീതിയിൽ പോലും ശക്തിയില്ലാത്തവളായിരുന്നു ഞാൻ. ലാസ്റ്റ് പാർട്ട്. ഏർലി നെക്സ്റ്റ് മോർണിംഗ്, അടുത്ത പ്രഭാതത്തിൽ, ദേ ഗോട്ട് ദെയർ ബോട്ട് റെഡി. അവർ ബോട്ട് തയ്യാറാക്കി. ആൻഡ് ടുക്ക് മീ ഡൗൺ റിവർ. അവർ എന്നെ നദീതീരത്ത് കൊണ്ടുപോയി. മൈ റിവർ, ഇറ്റ് വാസ് ദ ഷിബോയ. ഞാൻ രക്ഷപ്പെടാൻ ഇടയായ നദി, ഷിബോയ നദി, ബിക്കെയിം വൈഡർ. അത് ഇവിടെ വിശാലമായിരിക്കുന്നു, അതായത് വീതി കൂടിയിരിക്കുന്നു. സ്വിഫ്റ്റർ, ഇവിടെ നദിക്ക് വേഗത കൂടിയിരിക്കുന്നു. ആൻഡ് മോർ ഡേഞ്ചറസ്, ഇവിടെ നദി ഏറെ അപകടകാരിയാണ്. ഐ ലുക്ക്ഡ് അറ്റ് ദ ഷോർ വേർ ഐ വുഡ് ഹാവ് ഹാഡ് ടു വാക്ക്. ബോട്ടിൽ കയറിയിരുന്ന് ഞാൻ ദിവസങ്ങളോളം നടന്ന ആ നദീതീരത്തേക്ക് നോക്കി. ആൻഡ് സോ ദാറ്റ് ഇറ്റ് ബിക്കെയിം മോർ ആൻഡ് മോർ ഇംപാസിബിൾ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഒരു മനുഷ്യന് നടന്ന് നീങ്ങാൻ കഴിയാത്തവണ്ണം, പാസ് ചെയ്യാൻ കഴിയാത്തവണ്ണം. ദാറ്റ് ഈസ് ഇംപാസിബിൾ. ദാറ്റ് മീൻസ് ഇമ്പോസിബിൾ ടു പാസ്. ഇംപാസിബിൾ നമുക്ക് അങ്ങനെ അർത്ഥം കൊടുക്കാം. ഇംപാസിബിൾ. ഇമ്പോസിബിൾ ടു പാസ്. കടന്നു പോകാൻ കഴിയാത്തവണ്ണം, മനുഷ്യന് നടന്നു നീങ്ങാൻ കഴിയാത്തവണ്ണം അത്ര ഡീപ്പാണ്, അത്ര തിക്കറ്റാണ്, കനപ്പെട്ടതാണ് ആ കാടെന്ന്, ഡേഞ്ചറസ് ആണെന്ന്. ഐ ലുക്ക്ഡ് അറ്റ് ദ ഷോർ where I would have had to walk, and so that it became more and more impossible. It took us hours to get to the jungle settlement of ടോറൻമിസ. അങ്ങനെ ഞങ്ങൾ ജംഗിൾ സെറ്റിൽമെൻറ്റ്, പ്രത്യേകിച്ചും കാട്ടിൽ മനുഷ്യർ താമസിക്കാൻ വേണ്ടി, സെറ്റിൽ ചെയ്യാൻ വേണ്ടി, വസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഇടം, അവിടെ തന്നെ ഞങ്ങൾ കാട്ടിലെ സെറ്റിൽമെൻറ്റിലെത്തി. പീപ്പിൾ കെയിം റണ്ണിങ് ആൻഡ് ഷൗട്ടിങ് ടു സ്റ്റെയർ അറ്റ് മീ. ജനങ്ങൾ ഓടി വന്നു എന്നെ കാണാൻ ഒച്ചയിട്ടുകൊണ്ട്. അവർ എന്നെ ഒരു വിചിത്ര ജീവിയെപ്പോലെ നോക്കി നിന്നു. വൺ ഓഫ് മൈ റെസ്ക്യൂവേഴ്സ് എക്സ്പ്ലെയിൻ. റെസ്ക്യൂ, രക്ഷപ്പെടുത്തുക. റെസ്ക്യൂവർ, വൺ ഹൂ സേവ്സ് ദ അതേഴ്സ്. പ്രത്യേകിച്ചും നമുക്ക് വെള്ളപ്പൊക്കവും മറ്റും ഉണ്ടായപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ, ദേ ആർ റെസ്ക്യൂവേഴ്സ്. അവരാണ് റെസ്ക്യൂവേഴ്സായിട്ട്, അല്ലെങ്കിൽ നാവികന്മാർ അവരാണ് റെസ്ക്യൂവേഴ്സ്, അല്ലെങ്കിൽ സോൾജിയേഴ്സ്, പട്ടാളക്കാരാണ് അന്ന് ഈ വെള്ളത്തിൽ പെട്ടുപോയ പലരെയും രക്ഷിച്ചത്. അതുകൊണ്ട് അവരെ വിളിക്കാൻ പറ്റുന്ന വാക്കാണ് റെസ്ക്യൂ ചെയ്യുന്നവരാണ് റെസ്ക്യൂവർ. ടീച്ച് ചെയ്യുന്ന ആൾ ടീച്ചറാണെങ്കിൽ, ഡ്രൈവ് ചെയ്യുമ്പോൾ ഡ്രൈവറാണെങ്കിൽ, അതേപോലെ തന്നെ റെസ്ക്യൂ ചെയ്യുമ്പോൾ റെസ്ക്യൂവേഴ്സാണ്. എൻ്റെ റെസ്ക്യൂവേഴ്സ്, ഈ രക്ഷപ്പെടുത്തിയവരിൽ ഒരാൾ വിശദീകരിച്ചു. It took us hours to get to running and to the jungle settlement, and people came running and shouting to stare at me. അവർ എന്നെ തുറിച്ചു നോക്കി. One of my rescuers explained why. എന്തുകൊണ്ടാണ് ഈ കുട്ടി ഇങ്ങനെ എന്ന്
അദ്ദേഹമാണ് വിശദീകരിച്ചത്. മൈ ഐസ് വർ സോ ബ്ലഡ് ഷോട്ട്, എൻ്റെ കണ്ണ് വീർത്തിരുന്നു, ചുവന്നിരുന്നു, ബ്ലഡ് ഷോട്ട് പോലെ, അതായത് ഈ വർണ്ണമായിരുന്നു എൻ്റെ കണ്ണിന്. ദേ ലുക്ഡ് എൻറ്റയർലി റെഡ് ആൻഡ് മൈ ഫേസ്, എൻ്റെ കണ്ണുകൾ രണ്ടും ചുകപ്പായിരുന്നു. ആൻഡ് മൈ ഫേസ് വാസ് ഡിസ്ഫിഗേർഡ്, പ്രാണികൾ കുത്തിയിട്ട്, ഈച്ച കുത്തിയിട്ട്, അല്ലെങ്കിൽ കൊതുക് കടിച്ചിട്ട് എൻ്റെ മുഖം വീർത്തിരുന്നു, ഡിസ്ഫിഗേർഡ്. ഞാൻ ആരാണ്, എന്താണ് എന്ന് പോലും കണ്ടറിയാൻ പറ്റാത്ത വിധം എൻ്റെ മുഖം മാറിപ്പോയിരുന്നു. ആൻഡ് സ്വോളൻ, എൻ്റെ മുഖം വീർത്തിരുന്നു, സ്വോളൻ വിങ്ങി വീർത്തിരുന്നു. ഔട്ട് ഓഫ് ഷേപ്പ് ഫ്രം ദി ഇൻസെക്റ്റ് ബൈറ്റ്സ്. ഇതിനൊക്കെ കാരണം ഷഡ്പദങ്ങളുടെ, ഈ കാട്ട് ഈച്ചകളുടെ, കാട്ട് കൊതുകിൻ്റെ, മറ്റ് ജീവജാലങ്ങളുടെ കടിയായിരുന്നു. മൈ ആംസ് ആൻഡ് ലെഗ്സ് വർ പോക്ഡ് വിത്ത് വേം ലെസിയൻസ്. നോക്കൂ, എൻ്റെ ശരീരത്തിൽ വ്രണങ്ങളായിരുന്നു, വ്രണങ്ങളിൽ നിറയെ പുഴുക്കളായിരുന്നു, വ്രണങ്ങൾ പഴുത്തിട്ട്. ഐ ലുക്ഡ് ലൈക്ക് എ ലിവിങ് നൈറ്റ് മെയർ. ഭീകരമായൊരു സ്വപ്നം പോലെ, മനുഷ്യന് സങ്കല്പിക്കാൻ പറ്റാത്ത സ്വപ്നം പോലെ, അല്ലെങ്കിൽ ആ പേടി സ്വപ്നം പോലെ, അത്രയും ഭീകരമായിരുന്നു എൻ്റെ അവസ്ഥ. മൈ ഫേസ്, മൈ ഐസ്, മൈ ബോഡി, all the limbs were decayed. എൻ്റെ ശരീരത്തിലെ അവയവങ്ങൾ സത്യത്തിൽ കെട്ടുപോയിരുന്നു. ബിക്കോസ് ടോർമിസ വാസ് എൻ അഗ്രികൾച്ചറൽ കോളനി. ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഒരു അഗ്രികൾച്ചറൽ കോളനിയിലാണ്, കൃഷി സങ്കേതത്തിലാണ്. ഇറ്റ് ഹാഡ് എ സ്മോൾ ഡിസ്പെൻസറി. അതുകൊണ്ട് അവിടെ ചെറിയൊരു ഡിസ്പെൻസറിയും ഉണ്ടായിരുന്നു. വേർ ഐ വാസ് വാഷ്ഡ് ആൻഡ് മൈ വൂൺസ് ട്രീറ്റഡ്. അവിടെ വെച്ച് ഞാൻ ശരീരം കഴുകി കുളിച്ചു. മാത്രമല്ല എൻ്റെ മുറിവുകളിൽ മരുന്ന് പുരട്ടി. ദേ യൂസ്ഡ് എ സ്പെഷ്യൽ മെഡിസിൻ ടു ക്ലീൻ ഔട്ട് ആൾ ദി വേംസ്. എൻ്റെ ശരീരത്തിലെ പുഴുക്കളെ, വ്രണത്തിലെ പുഴുക്കളെ ഒഴിവാക്കി കിട്ടാൻ അവർ പ്രത്യേകം മരുന്ന് ഉപയോഗിച്ചു. ആൻഡ് ഗീവ് മീ ആൻ ഇഞ്ചക്ഷൻ ടു കൗണ്ടറാക്ട് ഇൻഫ്ലമേഷൻ. അതായത് പഴുപ്പ് വർദ്ധിക്കാതിരിക്കാൻ, പഴുത്ത് ആ വ്രണം പഴുത്ത് ദ്രവിക്കാതിരിക്കാൻ, അതിനാണ് കൗണ്ടറാക്ട്, പ്രതിരോധിക്കാനായിട്ട് അവർ എൻ്റെ ശരീരത്തിലേക്ക് ഔഷധവും കുത്തിവെച്ചു. ലാസ്റ്റ് 11.5 days ആഫ്റ്റർ അവർ ക്രാഷ്. ഇപ്പോൾ വിമാനം തകർന്നിട്ട് 11.5 ദിവസമായി, അതായത് ഉച്ചസമയമായി. ഐ എഗെയിൻ ബോർഡഡ് എ പ്ലെയിൻ. വീണ്ടും ഇതാ ഞാൻ വിമാനത്തിൽ കയറുന്നു. എ സ്മോൾ ട്വിൻ എഞ്ചിഡ്, ഇരട്ട എഞ്ചിനുള്ള ഒരു ചെറു വിമാനം. ആൻഡ് ട്വിൻ എഞ്ചിൻ മെഷീൻ that took me to the US mission base of the സമ്മർ ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് എന്നെ അമേരിക്കയിലെ മിഷൻ സെൻറ്ററിലേക്ക് കൊണ്ടുപോയി. അവിടെ ആ സമ്മർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലിംഗ്വിസ്റ്റിക്സ് നിയർ പുഖാൽപ്പ. എനിക്ക് എത്തേണ്ടിയിരുന്നത് പുഖാൽപ്പയിലായിരുന്നു. എൻ്റെ അച്ഛൻ അവിടെയായിരുന്നു. എൻ്റെ അമ്മ എവിടെയാണെന്നറിയില്ല. ഏതായാലും ഞാൻ അങ്ങോട്ടാണ് ഇപ്പോൾ പോകുന്നത്. വേർ എൻ അമേരിക്കൻ ഡോക്ടർ ലുക്ഡ് ആഫ്റ്റർ മീ. അവിടെ പുഖാൽപ്പയിലെത്തും മുൻപ് ലിംഗ്വിസ്റ്റിനിൽ വെച്ചിട്ട് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലിംഗ്വിസ്റ്റിക്സിൽ വെച്ചിട്ട് ഒരു ഡോക്ടർ എന്നെ പരിശോധിച്ചു. വിത്ത് ദ ഹെൽപ്പ് ഓഫ് മൈ ഡിറക്ഷൻസ്, എൻ്റെ വിവരണം, എൻ്റെ അഭിപ്രായ പ്രകടനം ഇതൊക്കെ കേട്ടു. ആൻഡ് സെർച്ച് പ്ലെയിൻസ് ഫൗണ്ട് ദി റക്കേജ്. എൻ്റെ അഭിപ്രായം കേട്ട് അവർ വീണ്ടും അവശിഷ്ടങ്ങൾക്കായിട്ട് പരതി. ഒടുവിൽ വിമാനത്തിൻ്റെ ചിതറിയ ഭാഗങ്ങൾ അവർക്ക് കിട്ടി. ഡാഡി അറൈവ്ഡ് ടു സ്റ്റേ ബൈ മൈ സൈഡ്. അച്ഛൻ എൻ്റെ അരികിൽ വന്നു നിന്നു. ഹി ടോൾഡ് മീ വാട്ട് ഐ ഹാഡ് സസ്പെക്റ്റഡ്. ഞാൻ സംശയിച്ചത് അദ്ദേഹം എന്നോട് പറഞ്ഞു. മൈ മദർ
വാസ് ഡെഡ്. മോളെ, അമ്മ മരിച്ചുപോയി. ഇത്രയും ഭാഗം വെച്ചിട്ട് ഈ വിവരണം തീരുകയാണ്. ഇനി ബ്രേക്കിൽ കൊടുത്തു സെർച്ചേഴ്സ് ഫൗണ്ട് ദി ഇലക്ട്ര സ്കാറ്റേർഡ് ഓവർ 16 കിലോമീറ്റേഴ്സ് ഓഫ് ജംഗിൾ. പിന്നീട് അന്വേഷിച്ചവർ കണ്ടെത്തി 16 കിലോമീറ്റർ ചുറ്റളവിൽ ഈ വിമാനം ചിതറിക്കിടക്കുന്നതായിട്ട്. ഇതാണ് ഈ പാഠത്തിൻ്റെ ചുരുക്കം. സോ ദിസ് ഈസ് എ വെരി ഹാർട്ട് ടച്ചിങ് പാർട്ട്. ഹൃദയസ്പർശിയായ ഒരു പഠന ഭാഗമാണിത്. ദ എക്സ്പീരിയൻസ് ഓഫ് എ യങ് ഗേൾ, ഒരു പെൺകുട്ടിയുടെ, എ ടീനേജർ, കൗമാരപ്രായം ഉള്ള ഒരു പെൺകുട്ടിയുടെ ദ ബാഡ് എക്സ്പീരിയൻസ് ഓഫ് ലൈഫ്. പക്ഷേ അത് നമുക്ക് മറക്കാം. എന്നിട്ട് ആൻഡ് ദിസ് ലെസൺ ഷോസ് അസ്, ഈ പാഠം നമുക്ക് പറഞ്ഞു തരുന്നു, കാണിച്ചു തരുന്നു ഹൗ എ ഹ്യൂമൻ ബീയിങ്, ഈവൻ ദോ ഷീ ഈസ് എ ഗേൾ ആൻഡ് ഷീ ഈസ് എ ടീനേജർ, ഒരു പെൺകുട്ടിയായിട്ട് പോലും എന്ന് വെച്ചാൽ മുതിർന്ന പുരുഷനോ മറ്റോ അല്ല, മൃഗങ്ങളോടും ഈ ജീവജാലങ്ങളോടും പൊരുതി ജയിക്കാൻ ഒരു കുട്ടിയാണ്, ഒരു പെൺകുട്ടിയാണ്. അവൾക്ക് മൈൻഡ് പവറുണ്ട്, പക്ഷെ അവൾക്ക് മസിൽ പവറില്ല. പക്ഷെ ഇവിടെ മനുഷ്യൻ ജയിക്കുന്നത് മസിൽ പവറിലല്ല, ഇവിടെ മനുഷ്യൻ്റെ വിജയം മൈൻഡ് പവറിലാണ്. ഇറ്റ് ഈസ് ദ മോറൽ ഓഫ് ദിസ് സ്റ്റോറി. ഈ കഥയുടെ ആത്മ അംശമുള്ള ഈ കഥയുടെ മോറൽ, ആ സന്ദേശം അതാണ്. ഇഫ് യു വാണ്ട് ടു വിൻ യു ഷുഡ് ഹാവ് മെൻ്റൽ കറേജ്. നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ നിങ്ങൾക്ക് മാനസിക ധൈര്യമുണ്ടായിരിക്കണം. യു ഷുഡ് ഹാവ് വിൽ പവർ. നിങ്ങൾക്ക് ഇച്ഛാശക്തി ഉണ്ടായിരിക്കണം. ആൻഡ് ഇഫ് യു ഹാവ് വിൽ പവർ ആൻഡ് ഇഫ് യു ഹാവ് മെൻ്റൽ പവർ യു ക്യാൻ ഫേസ് എനി പ്രോബ്ലം ആൻഡ് യു ക്യാൻ വിൻ ദ ലൈഫ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഏതു പ്രശ്നത്തെയും അഭിമുഖീകരിക്കാം, എവിടെയും വിജയം നേടാം. താങ്ക് യു.